ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ആന്ധ്രയ്ക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. പെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. 2 മാസം മുന്നേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടിയിലെല്ലാം തന്നെ ജാനയുടെ സാധനങ്ങളാണ്. ട്രോളിയിൽ നമുക്ക് അവിടെ ചെന്നിട്ട് എടുത്താൽ മതി എന്നുള്ള സാധനങ്ങളാണ് ട്രോളിയിൽ വെച്ചുള്ളത്. പിന്നെയുള്ള 2 ബാഗിൽ നമുക്ക് വഴിയിൽ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ എളുപ്പത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ബാഗാണ് നമ്മൾ എടുത്തുള്ളത്. എല്ലാവരും ചോദിക്കാറുണ്ട് ജാനനായിട്ട് പോകുമ്പോൾ ഫീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്താ ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെ പോകുന്നതിന് ഫീഡിങ് ആൾക്ക് നിർബന്ധമില്ല. അപ്പോൾ പാൽപ്പൊടിയും കൂടെ ഫ്ലാസ്കിൽ ചൂടുവെള്ളമാണ് എടുക്കാറ്. ഇത്രയും ദൂരം യാത്ര ആയതുകൊണ്ട് എന്തായാലും നാളത്തേക്കൊന്നും ഫ്ലാസ്കിൽ വെള്ളമൊന്നും ഇരിക്കില്ല. അത് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കുപ്പിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലാസ്കിലെ വെള്ളം ഞാൻ രാത്രി കഴിഞ്ഞ ശേഷമാണ് എടുത്തത്. തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുപ്പിയിലെടുത്ത് ഞാൻ ആദ്യം യൂസ് ചെയ്തു. അതിനുശേഷം രാവിലെ ആയപ്പോൾ ഫ്ലാസ്കിലെ വെള്ളം അതും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ കോളേജിലേക്ക് ചെന്നപ്പോൾ കോളേജിൽ നിന്ന് ചൂടുവെള്ളം ചോദിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കടകളിൽ ചോദിച്ചാൽ അവർ പാല് തരും. അപ്പോൾ അങ്ങനെ പാല് തിളപ്പിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കേരള എക്സ്പ്രസ്സിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. AC ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിൽ കയറി തന്നെ അവളുടെ ട്രൗസർ മാറ്റി പാൻറ് ഇട്ട് കൊടുത്ത് നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടിയും കൂടി ഉണ്ടായിരുന്നുണ്ട്. 2 ദിവസം മുന്നേ ഛർദ്ദിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോൾ ആന്ധ്ര എത്തിയിട്ടുണ്ടായിരുന്നു. ആന്ധ്ര എന്ന് വെച്ചാൽ ആന്ധ്രയിലേക്ക് കടന്നുണ്ടായിരുന്നു. വിജയവാഡ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രെയിനിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ചു. കാരണം എനിക്ക് ആന്ധ്രയിലെ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ വാങ്ങി കുടിച്ചു. ട്രെയിനിൽ നിന്ന് ചായ ആണെങ്കിൽ ആന്ധ്രയിലെ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. കാരണം 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് ആന്ധ്രയിലേക്ക് വരണം. അതെൻ്റെ കുട്ടിയുടെയും ഹസ്ബൻഡിൻ്റെയും ഒപ്പം. അതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. എന്താ അത്? അത് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അവർ കിടന്നുറങ്ങി. നമുക്ക് ട്രെയിൻ വിജയവാഡയിൽ എത്തുക 11 മണിക്കാണ്. ഈ ഒരു ബ്രിഡ്ജ് കാണുമ്പോൾ എനിക്കറിയാം അടുത്ത സ്റ്റേഷൻ വിജയവാഡയാണെന്ന്. ഇതാണ് കൃഷ്ണ റിവർ. വിജയവാഡയുടെ തൊട്ടടുത്താണ്. ഇതിൻ്റെ അവിടെ ഈ ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ വിജയവാഡയിലെത്തി. അതേ ട്രെയിൻ, അതേ സ്റ്റേഷൻ. കോച്ചിൽ മാത്രം വ്യത്യാസം. പണ്ട് ജനറലൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നു. ഞാൻ സ്ലീപ്പറിലും AC-യിലൊക്കെ ആയി. അങ്ങനെ വിജയവാഡയിൽ വണ്ടി ഇറങ്ങി. ഞാനാണ് ജിൻഡിൻ്റെ കുട്ടീനെ കൊണ്ടുപോകുന്നത് കൂടെ. അപ്പോൾ എനിക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നത്. അപ്പോൾ ഞാൻ ജിൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട, ടിക്കറ്റ് എടുക്കാൻ വേറെ സ്ഥലം നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്ന്. ഓൾറെഡി നമ്മൾ ട്രെയിൻ ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഓട്ടോക്കാർ വന്നിട്ട് 250 രൂപ കോളേജിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പോലീസുകാരുണ്ട്. അവരുടെ അടുത്ത് പോലീസാണോ എനിക്കറിയില്ല, ഇങ്ങനെ ഹെൽപ്പ് പോലെ അവർ ടിക്കറ്റ് എടുത്ത് തരും. ആ ടിക്കറ്റിൽ എത്ര രൂപയാണോ എഴുതിയിരിക്കുന്ന ആ കാശ് മാത്രമേ അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയി ടിക്കറ്റ് എടുത്തു. 150 രൂപയാണ് ആയുള്ള കോളേജിലേക്ക്. അങ്ങനെ അവിടെ ഞങ്ങൾ കോളേജിലേക്ക് പോയി. അങ്ങനെ കോളേജിലേക്ക് പോയ വഴിയിൽ നമ്മൾ കറങ്ങിയ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇത് ഗുണതല പള്ളിയാണ്. ഗുണതല മാതാവിൻ്റെ പള്ളിയാണ്. പക്ഷെ അവിടെ കുരിശിൻ്റെ വഴിക്ക് വലിയ മലയൊക്കെ ഉണ്ട്. ഈ മലയൊക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ മലയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജിൻഡുവിന് പറഞ്ഞു കൊടുത്ത് ഞാൻ അങ്ങനെ ഫൈനലി ഞാൻ കോളേജിലെത്തി. കോളേജിൽ മതിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ജിൻഡുവിനോട് എത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കോളേജിൻ്റെ ഉള്ളിൽ പോയി. എനിക്ക് ടീച്ചേഴ്സിനൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ പഠിക്കണവരും ജൂനിയേഴ്സൊന്നും ആരും ഇല്ലല്ലോ. പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സെറീനയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ട്രെയിനും റെയിൽവേ സ്റ്റേഷനൊന്നും നിയർ ബൈ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ഓൾറെഡി അവിടെ ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണി സമയത്തേക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാനും കുട്ടിക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ കോളേജിലേക്ക് വന്നത്. കോളേജിലേക്ക് വന്ന് നേരെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു. ജിൻഡിന് ചെറിയ റൈസ് ഉള്ള ഫുഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ടും പിന്നെ കുട്ടിക്ക് കൊടുക്കാനൊക്കെ ഞാൻ ദോശയാണ് പറഞ്ഞത്. പക്ഷേ ദോശയുടെ കഴിക്കാൻ മറന്നുപോയിരുന്നു. പ്ലെയിൻ ദോശയിൽ ഇവർ മുളക് ഇങ്ങനെ വെതറും. അപ്പോൾ നല്ല എരിവുള്ള ദോശയായിരുന്നു. അങ്ങനെ ദോശ വെച്ച് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദർ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഫാദറിനെ കണ്ടപ്പോൾ ഫാദർ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും പോയി കറങ്ങി എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ കണ്ട് സംസാരിച്ച് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഓണോണ കുറേ എല്ലാവരും സംസാരിച്ചു. ജിൻഡിന് ഭയങ്കര എക്സൈറ്റഡ് ഇപ്പോഴും ഓർത്ത് വയ്ക്കുന്നുള്ള. അപ്പോൾ എൻ്റെ ജിൻഡു കുശുമ്പ് കൊണ്ട് പറയുകയും ചെയ്തു. 2 കാറ്റഗറി പെടുന്ന കുട്ടികളാണ് എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഒന്നെങ്കിൽ അലമ്പായിരിക്കണം, അല്ലെങ്കിൽ ടോപ്പറായിരിക്കും. നീ എന്തായാലും ടോപ്പറാണെന്നൊന്നും തോന്നുന്നില്ല എന്നില്ല. ഞാൻ അത്ര അലമ്പുമായിരുന്നില്ല. പക്ഷേ ഒരു മലയാളി എന്നുള്ള രീതിയിലും ക്ലാസ്സിൽ വേറെ മലയാളീസ് ഇല്ലാതിരുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഡാൻസ് അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ഞാനിങ്ങനെ പോയിൻറ്റ്സ് എൻ്റെ ക്ലാസ്സിലെല്ലാവരും ഭയങ്കര ബുദ്ധിജീവികളായിരുന്നു. ഞാനൊഴികെ എല്ലാവരും പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഇന്നതാവണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന കുട്ടികളാണ്. ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തുറന്ന് വെച്ച് സാറിന് ക്ലാസ് എടുത്ത് പോകണം അങ്ങനെ സിസ്റ്റം ആയിരുന്നില്ല. അതിനൊരു ടോപ്പിക്കായിട്ട് വരും. ഇപ്പോൾ മോദി അന്ന് നോട്ട് നിരോധിച്ച സമയത്ത് അന്ന് പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ് ഞങ്ങൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഡിബേറ്റുകളൊക്കെയാണ്. അപ്പോൾ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, കേൾക്കാനില്ലാത്തത് ഞാൻ ഇരിക്കും. അപ്പോൾ സാറുമാർ എനിക്ക് വിളിക്കുമ്പോഴാണ് പറ നീ നിൻ്റെ പോയിൻറ്റ്സ് പറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയായിരുന്നു.
ഞാൻ ജയകർ സാറിനെയും പിന്നെ ജോൺ സാറിനെ കണ്ടു പറഞ്ഞാൽ വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ ബേബിറാണി മാഡത്തെ കാണാൻ, എൻ്റെ എക്കണോമിക്സ് സർവീസ് മാഡത്തെ കാണാനുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല, മാഡം ഫുഡ് കഴിക്കാനൊക്കെ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് വൈസ് പ്രിൻസിപ്പളായിരുന്നു, വുമൻസിൻ്റെ പ്രിൻസിപ്പളായിരുന്നു മാഡം. മാഡം എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മാഡത്തിനൊക്കെ എന്നെ അറിയാം. ഇപ്പോൾ എൻ്റെ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലാണ്, ബോയ്സിൻ്റെ ഹോസ്റ്റലാണ്. ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ബോയ്സ് ഹോസ്റ്റൽസാണ്. ഇവിടെ 2-3 ബോയ്സ് ഹോസ്റ്റലുണ്ട് ഈ സൈഡിൽ. അപ്പോൾ ബോയ്സ് ഹോസ്റ്റലിൽ അതിൽ ഇങ്ങനെ പോയി ഗ്രൗണ്ടിൽ പോയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ജിൻഡിനെ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ജിൻഡു പറഞ്ഞു ഞാൻ മടക്കാൻ പറ്റുന്നില്ല, ജിൻഡു പിന്നെ കാണിച്ചാൽ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞു. ജിൻഡുവിനെ ഇട്ടിട്ട് എല്ലാം കാണിച്ചു കൊടുത്ത് കോളേജ് മൊത്തം കണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് റെസ്റ്റ് എടുത്തിട്ടാണ് ക്യാബ് വന്നത്. ഗ്രൗണ്ടിൽ കുറച്ച് നേരം, ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ മലയാളീസ് എപ്പോഴും വന്ന് കളിക്കുകയും ഇവിടെ ഇരുന്ന് വർത്താനം പറയുകയും ഗ്രൗണ്ടും ഗ്യാലറിയൊക്കെ കൂടിയിട്ടാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ ഞങ്ങൾ ഇവിടെയാണ് ചെയ്യാറ്. ഇവിടെയുള്ള ഈ മരങ്ങളിൽ ഒരു സമയം ഒരു മഞ്ഞക്കളർ പോകുന്നുണ്ടാവും, അങ്ങനെ വീണെടുക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വൈകുന്നേരം ഒരു 5 മണിക്കാകുമ്പോൾ ഇവിടെ നടക്കാനായിട്ടൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് വരും. ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ക്യാബ് വന്ന് അവൾ വിളിച്ചു, സെറീനയുടെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ക്യാബിൽ കയറി നമ്മൾ സെറീനയുടെ വീട്ടിൽ പോകണം. അപ്പോൾ ഇവിടെ 5 മണിക്കൂറുണ്ട്. 4 മണിക്ക് ആയപ്പോഴത്തെ എനിക്ക് ചായ കുടിക്കണം. അപ്പോൾ ഞാൻ ക്യാബിൽ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചായ വേണം പറഞ്ഞ് അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ചായയൊക്കെ കുടിച്ചു. പിന്നെ ക്യാബിൽ ചേട്ടനായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നല്ല റോഡ്, പിന്നെ നല്ല കാഴ്ചകൾ, കേരളത്തിന് പുറത്തേക്ക് പോയി എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടായിരുന്നു. ജിൻഡുവിനാലും ഇഷ്ടപ്പെട്ടു. സെറീനയുടെ വീട്ടിൽ ചെന്നിട്ടുള്ളതും സെറീനയുടെ വെഡിങ് വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ടിലായിരിക്കും. കാരണം ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും നമുക്കറിയത്തുമില്ല. കുറേ ചടങ്ങുകളുണ്ട് അവർക്ക്. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. ടാറ്റാ ബൈ.